നമ്മുടെ വീട്ടിലിങ്ങനെ വല്ലപ്പോഴും മാത്രം വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. മത്തി. നല്ല കുഞ്ഞൻ മത്തിയൊക്കെ കിട്ടുവാണെങ്കിൽ മാത്രമേ വാങ്ങിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല മുളക് ചാറ് വെച്ച് കൂട്ടാൻ ഇതുപോലെ മസാലയൊക്കെ പുരട്ടി പൊരിച്ച് കഴിക്കാനൊക്കെ കുറച്ച് കൊതി കൂടുതലായിരിക്കും കേട്ടോ. മീൻ വറുക്കാനാണെങ്കിൽ വെളുത്തുള്ളി, ഇഞ്ചിയും, കുരുമുളകും അങ്ങനെ ഏതാണ്ടൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാല കേട്ടോ അമ്മച്ചിയുടെ. അതിന്റെ മണം അടിക്കുമ്പോൾ തന്നെ വിശക്കാൻ അങ്ങ് തുടങ്ങും. അങ്ങനെ ഇത്തവണ മുളക് ചാറ് ഒന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മുടെ കോട്ടയം സ്റ്റൈൽ സ്പെഷ്യൽ മീൻകറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ച് കൂടുതൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുനുകുനാന്ന് അരിഞ്ഞത് ആഡ് ചെയ്തു. ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ചെറിയ ഉള്ളി കനം കുറഞ്ഞ് അരിഞ്ഞത് അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്തു. നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വന്നപ്പോഴത്തേക്കും ഞാൻ ഉപ്പും ചൂടുവെള്ളവും കൂടെ ആഡ് ചെയ്ത് കുതിർത്ത് വെച്ച ഒരു 4 പുളി വെള്ളത്തോട് കൂടി അതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ട് ഈ പുളിവെള്ളം ഒന്ന് വറ്റി അതിൽ എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മീൻ വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളവും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇതിനിടയ്ക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രേവി ചട്ടിയിൽ ഇങ്ങനെ തിളച്ചു മറിയുന്ന സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ പെറുക്കി പെറുക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ മത്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഇടുന്നത്, അല്ലെങ്കിൽ മുറിച്ച് കഷ്ണങ്ങളാക്കി. എനിക്ക് ഈ മീൻകറി ഉണ്ടല്ലോ ചോറിന്റെ കൂടെ കഴിക്കുന്നേക്കാളും നല്ല കാന്താരിയൊക്കെ അരച്ച് വെച്ച കപ്പ പുഴുക്കിന്റെ കൂടെ കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീൻ കഷ്ണങ്ങളെല്ലാം ഗ്രേവിക്കകത്ത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിനിടയ്ക്ക് നമുക്ക് മസാലയൊക്കെ അരച്ച് പെരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ജോലി ചെയ്തിരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓഫീസിലിരിക്കുമ്പോൾ ഉച്ചയാവാറാവുന്ന ഒരു സമയത്ത് അടിവയറ്റീന്ന് ഒരു വിശപ്പിന്റെ വിളി വരുമല്ലോ. ആ സമയത്താണ് നമുക്ക് ഇതുപോലെ മീൻ കൂട്ടാനും മീൻ വറുത്തതും നല്ല ചൂടൻ ചോറൊക്കെ കൂട്ടി അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു മെഴുക്കുരട്ടിയോ തോരനോ അത്രയും മതി. ഭയങ്കരമായിട്ട് ഇങ്ങനെ കഴിക്കാൻ കൊതി തോന്നും കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഇതാ ചട്ടി കിടന്ന് കുമുകുമാന്ന് തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഉലുവാപ്പൊടിയും അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. മീൻകറിക്ക് ഇച്ചിരി എരിവൊക്കെ വേണമെങ്കിലും കളർ കണ്ട് പേടിക്കേണ്ട. ഇത് കാശ്മീരി ചില്ലിയാണ്. പച്ചമുളക് ഞാൻ ആഡ് ചെയ്തിട്ടേ ഇല്ല. ഇവിടെ അധികം എരിവ് കൂട്ടാത്തവരാണ് ഉള്ളത്. അതുകൊണ്ട് എല്ലാത്തിലും എരിവ് കുറച്ചാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിരുന്ന നേരം കൊണ്ട് നമ്മുടെ മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഇനി ഞാൻ ചോറിടാൻ പോവാണ്. ഇന്നലത്തെ അവിയൽ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മീൻചാറും ഒരു മീൻ കഷ്ണവും എടുത്തു. പിന്നെ വറുത്ത 2 മീൻ കഷ്ണവും എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തേന് ഇത്രയൊക്കെ മതി എനിക്ക് ധാരാളം. ചോറിടാനുള്ള സമയമൊക്കെ കഴിഞ്ഞു പോയായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് കഴിക്കട്ടെ കേട്ടോ.